Everyone, once again, welcome to free demo class by Ohm's Logic Academy. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഫസ്റ്റ് അതിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് കടക്കാം. ട്രാൻസ്ഫോമർ is a static electrical machine which transfers AC electrical power from one circuit to another circuit without change in frequency by mutual induction. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് AC ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പ്രൊവൈഡഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പവറിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല, ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനുമാണ്. നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ മെഷീനുമാണ്. ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇൻഡക്ഷൻ എന്തെന്നും എത്ര തരം ഇൻഡക്ഷൻ ഉണ്ടെന്നും അതിൽ ഏതിൽ പെടും നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്നുള്ളതും ആദ്യം നോക്കാം. അതിനുശേഷം ഏത് സർക്യൂട്ടിൽ നിന്ന് ഏത് സർക്യൂട്ടിലേക്കാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. പിന്നെ എങ്ങനെയാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാതെ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും നമുക്ക് കാണാം. ഫസ്റ്റ്, EMF നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ മെത്തേഡ്സ് നമുക്ക് പറയുന്നതിന് മുന്നേ ബൈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേ പറഞ്ഞത് ഇത്ര മാത്രമാണ്: ഒരു കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യണമെങ്കിലുള്ള മിനിമം കണ്ടീഷൻ ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതിൽ മാറ്റം സംഭവിക്കുമ്പോൾ, ഏത് തരത്തിലെന്ന് പറയുന്നില്ല, ഏത് വിധേനയും ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കണ്ടക്ടർ. അതാണ് ബേസിക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാരഡേ പറയുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ആ മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം വരാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു കണ്ടക്ടറും ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? Whenever there is a current flowing in a conductor, a magnetic field will be there around the conductor. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. അത്തരം ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് അറ്റ് ഈച്ച് ആൻഡ് എവരി ഇൻസ്റ്റന്റ്. ഓരോ ഇൻസ്റ്റന്റിലും അതിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ. നമ്മൾ കണ്ടക്ടറിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ മാറ്റി. എങ്ങനെ മാറ്റി? ആ ഫ്ലക്സ് ഉണ്ടാക്കിയ കറന്റ് ക്യാരിങ് കണ്ടക്ടറിലൂടെ ഉള്ള കറണ്ടിനെ വേരി ചെയ്തു. കറണ്ട് മാറിയപ്പോൾ അതിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മാറി. ആ മാറിയ മാഗ്നറ്റിക് ഫ്ലക്സ് എന്റെ കണ്ടക്ടറിലൂടെ കടന്നുപോയി EMF ഇൻഡ്യൂസ് ചെയ്തു. ആ ഇൻഡ്യൂസ് ചെയ്ത EMFനെ പറയുന്ന പേരെന്താണ്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. കാരണം അവിടെ ആരും മൂവ് ചെയ്യുന്നില്ല, എന്റെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല, എന്റെ മാഗ്നറ്റിക് ഫീൽഡും മൂവ് ചെയ്യുന്നില്ല. അവിടെ സംഭവിച്ചെന്താണ്? എന്റെ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് വേരി ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഞാൻ വേരി ചെയ്യുന്നു. ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഞാൻ കടത്തി വിടുന്നു. ഇത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇത് തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്: സെൽഫ് ഇൻഡ്യൂസ്ഡും മ്യൂച്വലി ഇൻഡ്യൂസ്ഡും. കറന്റ് ക്യാരിങ് കണ്ടക്ടറിലൂടെ ഉള്ള കറണ്ട് വേരി ചെയ്ത് മാഗ്നറ്റിക് ഫ്ലക്സിനെ വേരി ചെയ്യാന്ന് പറഞ്ഞു. ചിന്തിക്കുക, എൻ്റെ ഒരു കോയിലുണ്ട്, ആ കോയിലൂടെ ഉള്ള കറണ്ട് ഞാൻ വേരി ചെയ്യുന്നു. ആ കറണ്ട് വേരി ചെയ്തുകൊണ്ട് അതിലൂടെ പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ തന്നെ ഞാൻ വേരി ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ തന്നെയല്ലേ എൻ്റെ ഈ കോയിൽ ഇരിക്കുന്നത്. ആ കോയിലൂടെ ഉള്ള കറണ്ട് വേരി ചെയ്ത് അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്തുകൊണ്ട് അതേ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഫാരഡേ ഒന്നേ പറഞ്ഞുള്ളൂ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കോയിൽ മാറണമെന്നേ പറഞ്ഞുള്ളൂ. ഏത് വിധം എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഏത് വിധത്തിലായിരുന്നാലും മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കോയിൽ മാറിയാൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇനി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിലോ, കോയിൽ 1 ഉണ്ട്, കോയിൽ 2 ഉണ്ട്. കോയിൽ 1ലൂടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. കറണ്ട് വേരി ചെയ്യുന്നതനുസരിച്ച് ആ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സ് അടുത്തിരിക്കുന്ന ഒരു കോയിലിലൂടെ കടന്നു പോയാൽ അതിനെന്തെന്ന് പറയും? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് എ കോയിൽ. ഈ കോയിൽ ഏതാണ്? കോയിൽ 2. മറ്റൊരു കോയിൽ. ആ കോയിലിലൂടെ എന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നു.
മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദാറ്റ് കോയിൽ ഇപ്പൊ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയതുകൊണ്ട്. ദസ് ആൻ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ 2. അതിനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഒരു കോയിൽ കാരണം അടുത്തിരിക്കുന്ന മറ്റൊരു കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നു. ഇനി എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF? കറണ്ട് വേരി ചെയ്ത് അതിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്ത് മാത്രമേ EMF ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ചു. അല്ല, ഫാരഡേ പറഞ്ഞ മറ്റൊരു കാര്യം, എൻ്റെ ഒരു കണ്ടക്ടറും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ either conductor has to move അല്ലെങ്കിൽ magnetic field has to move. അതും അല്ലെങ്കിൽ രണ്ടുപേരും മൂവ് ചെയ്യുക, പ്രൊവൈഡഡ് അവർക്കിടയിൽ ഒരു വെലോസിറ്റി ഡിഫറൻസ് ഉണ്ട്, ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. കാരണം അവരുടെ പൊസിഷൻ ഫിസിക്കലി എന്തല്ല, സെയിം അല്ല. വെലോസിറ്റി വ്യത്യാസമായതുകൊണ്ട് തന്നെ ഫിസിക്കലി അവർ മൂവ് ചെയ്യുകയാണ്. റിലേറ്റീവ് മോഷൻ ഉള്ളതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി കണ്ടക്ടർ അഥവാ ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യുകയാണ്. ദസ് ആൻ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ. അതാണ് നമ്മുടെ ജനറേറ്ററിന്റെ വർക്കിംഗ്. ആ ഒരു കേസിൽ ചിന്തിക്കുക, നമ്മുടെ ജനറേറ്ററിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജിന്റെ EMF അതിന്റെ ഫ്രീക്വൻസി ആരെ ആശ്രയിച്ചിരിക്കും? ജനറേറ്ററിന്റെ സ്പീഡിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFയിലെ ജനറേറ്ററിന്റെ സ്പീഡിനെ ആശ്രയിച്ചാണ് അതിന്റെ ഫ്രീക്വൻസി ഇരിക്കുന്നത്. നമ്പർ ഓഫ് സൈക്കിൾസ് പ്രൊഡ്യൂസ്ഡ് പെർ സൈക്കിൾ, നമ്പർ ഓഫ് വോൾട്ടേജ് വേവ് ഫോംസ് പ്രൊഡ്യൂസ്ഡ് പെർ സൈക്കിൾ ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFയിൽ എന്താണ്? സ്പീഡ് ഓഫ് ദി ജനറേറ്ററിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ കേസിലോ അവിടെ എന്തെങ്കിലും മെക്കാനിക്കലി മൂവ് ചെയ്യുന്ന പാർട്ട് ഉണ്ടോ? ഇല്ല. ഓൾറെഡി ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു വോൾട്ടേജ് സപ്ലൈ ഞാൻ എടുത്തു പ്രൈമറിയിലേക്ക് കൊടുത്തു. ആ വോൾട്ടേജ് സപ്ലൈ കാരണം എന്റെ സെക്കൻഡറിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ആദ്യമേ ഉള്ള ഒരു വോൾട്ടേജിന്റെ അതേ ഫ്രീക്വൻസിയിൽ തന്നെയാണ് സെക്കൻഡറിയിലേക്ക് പോകുന്നത്. ബിക്കോസ് there is no moving part in the transformer. It is a static device. So power is transferred from one circuit to another by without changing the frequency. അത് ക്ലിയർ ആണല്ലോ. കാരണം ട്രാൻസ്ഫോമറിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തെന്ന് പറഞ്ഞു? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ട്രാൻസ്ഫോമർ എന്ന് ആദ്യമേ പറഞ്ഞു. ഇനി ഈ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 റൂൾസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. കുറെ റൂൾസ് ഉണ്ട്, അതിലെ ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ വർക്കിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ഈ 2 റൂൾസ് മാത്രം മതി. ഒന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, മറ്റൊന്ന് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു, ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞു, ആ കണ്ടക്ടറെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഇൻ സച്ച് എ വേ ദാറ്റ് ദി തമ്പ് ഷോസ് ദി ഡിറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ കേൾ ഫിംഗർ വിൽ ഗീവ് യു ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡിറക്ഷനിലേക്ക് നമ്മളെ തമ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് ആ കണ്ടക്ടറിനെ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കേൾ ഫിംഗർ തരുന്ന, ആ ചുറ്റിയിരിക്കുന്ന ഫിംഗറിന്റെ ഡിറക്ഷൻ തരുന്നത് എന്താണ്? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ആയിരിക്കും. ഈ കേസിൽ എന്താണ്? കറണ്ട് അപ്വേർഡ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് മനസ്സിലാകാൻ എന്ത് ചെയ്യുക? ടോപ്പിൽ നിന്ന് നോക്കുക. ടോപ്പിൽ നോക്കുമ്പോൾ എന്താണ്? ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും എന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. ഇത് നേരെ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിക്കുമ്പോഴോ കറണ്ട് ഫ്ലോയിങ് ഡൗൺവേർഡ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം കണ്ടക്ടറിനെ ഞാൻ നേരെ തിരിച്ചു പിടിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? തമ്പ് വിൽ ഗീവ് ദി ഡിറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ ഇസ് ഗിവൺ ബൈ അതർ കേൾ ഫിംഗേഴ്സ്. അപ്പൊ ആ കേൾ ഫിംഗേഴ്സ് തരുന്ന ഡിറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. ഈ റൂള് നേരെ തിരിച്ചും ബാധകമാണ്. എപ്പോഴും തമ്പ് കറണ്ടും കേൾ ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷനും തരണമെന്നല്ല. കാരണം ഒരു കോയിൽ എടുക്കുക, കോയിലിൽ കറണ്ട് സ്ട്രെയിറ്റ് ആണോ ഫ്ലോ ചെയ്യുന്നത്? സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സിലാണോ കറണ്ട് സ്ട്രെയിറ്റ് ഫ്ലോ ചെയ്യുന്നത്? ഒരു വൈൻഡിങ് എടുക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോസ് എയ്തർ ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ഓർ ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അത്തരം സിറ്റുവേഷനിൽ എന്താണ്? കേൾ ഫിംഗർ ഈസ് ഷോൺ ബൈ ഡിറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഡിറക്ഷൻ കാണിക്കാൻ കേൾ ഫിംഗർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദെൻ തമ്പ് വിൽ ഗീവ് യു ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് കോയിലിന്റെ കേസ്. സോ ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വൈസ് വേഴ്സ. കറണ്ടിന്റെ ഡിറക്ഷൻ തമ്പ് യൂസ് ചെയ്തോ കേൾ ഫിംഗർ യൂസ് ചെയ്തോ ഉപയോഗിക്കാം. കണ്ടക്ടർ ആണ്, സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് എന്നുണ്ടെങ്കിൽ തമ്പിന്റെ ഡിറക്ഷൻ കാണിക്കുന്നത് കറണ്ട് ഡിറക്ഷൻ ആണ്. ഇനി കോയിൽ ആണെങ്കിൽ കേൾ ഫിംഗർ വിൽ ഗീവ് യു ദി ഡിറക്ഷൻ ഓഫ് കറണ്ട്, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ ഈസ് ഗിവൺ ബൈ തമ്പ്. ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നോക്കാം. അതിന് പിന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ,
റൂൾസ് മാറിപ്പോയരുത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന് പകരം മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂളും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം കൂടെ പഠിക്കേണ്ട കാര്യമില്ല. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പഠിക്കാൻ ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇപ്പൊ തമ്പ് റൂളും പഠിച്ചു, ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു whenever there is a ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്റർ പഠിക്കാൻ നേരം വേണ്ട, എങ്കിലും ജസ്റ്റ് EMF ഇൻഡ്യൂസ് ചെയ്തതിന്റെ ഡയറക്ഷൻ അറിയുന്നതിന് വേണ്ടി പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ ആ കണ്ടക്ടറിന് ഒരു മോഷൻ ഉണ്ട്, ആ മോഷന് ഒരു ഡിറക്ഷൻ ഉണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡിറക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദി തമ്പ് നമ്മുടെ കണ്ടക്ടറിന്റെ മോഷൻ കാണിക്കുമെങ്കിൽ അതിന് 90 ഡിഗ്രി ആയി എൻ്റെ 4 ഫിംഗർ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് ഫിംഗർ വിൽ ഗീവ് യു ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഫിംഗർ, ഈ 3 ഫിംഗേഴ്സും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഫിഗറിൽ കാണുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ തമ്പ് വിൽ ഗീവ് യു ദി ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. കണ്ടക്ടറിന്റെ മോഷൻ കാണിക്കാൻ തമ്പും 4 ഫിംഗറിന്റെ ഡിറക്ഷൻ കാണിക്കാൻ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നതിന് വേണ്ടി 4 ഫിംഗറും ഉപയോഗിച്ച് കഴിഞ്ഞാൽ EMF ഇൻഡ്യൂസ് ചെയ്തതിന്റെ ഡിറക്ഷൻ എങ്ങനെ കിട്ടും? ഫ്രം മിഡിൽ ഫിംഗർ ഡിറക്ഷൻ. ക്ലിയർ ആണ്? ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നേരത്തെ പറഞ്ഞു നമുക്ക് 2 സർക്യൂട്ട് ഉണ്ട്. ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അറ്റ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിലാണ് നമ്മുടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നും പറഞ്ഞു. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തെന്ന് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി ഏത് സർക്യൂട്ടിൽ നിന്ന് ഏത് സർക്യൂട്ടിലേക്ക്, അതിന് എൻ്റെ ഒരു സിലിക്കൺ സ്റ്റീൽ ലാമിനേറ്റഡ് കോർ ഉണ്ട്. എന്തിനാണ് ഈ കോറിനെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നതെന്നും എന്തുകൊണ്ട് സിലിക്കണും സ്റ്റീലും ഉപയോഗിച്ചു എന്നുള്ളതും നമ്മൾ ലോസസ് ഓഫ് ദി ട്രാൻസ്ഫോമറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം നമ്മുടെ കയ്യിൽ ഒരു കോർ ഉണ്ട്. അതിന്റെ കോർ ലോസ് കുറയ്ക്കാൻ, എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാൻ അതിനെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സിലിക്കൺ കണ്ടന്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അയൺ പ്ലസ് സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ ചേർന്ന അലോയ് ആണ് സ്റ്റീൽ. ഈ സ്റ്റീലിന്റെ കൂടെ സിലിക്കണും കൂടെ ചേർന്നാണ് എന്റെ കോർ. അതിനെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കോറിന്റെ 2 കമ്പ് പോലെ ഇരിക്കുന്ന സെക്ഷൻ ആണ് എന്റെ ലിംബ് എന്ന് പറയുന്നത്. കോറിന് 2 കമ്പുണ്ട്. ആ 2 കമ്പിന്റെ പേരാണ് ലിംബ്. ഈ 2 ലിംബിലാണ് എനിക്ക് വൈൻഡിങ്സ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. ഏത് വൈൻഡിങ്ങിലാണോ ഞാൻ എൻ്റെ ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്നത് അതിനെ പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നു. ഏത് വൈൻഡിങ്ങിലാണോ ഞാൻ എൻ്റെ ലോഡ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വൈൻഡിങ്ങിലോട്ടാണോ ഞാൻ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സെക്കൻഡറി വൈൻഡിങ് എന്നും പറയുന്നു. പ്രൈമറി വൈൻഡിങ്ങിന് N1 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതിൽ V1 എന്ന് പറയുന്ന സ്മോൾ V1 എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് സ്മോൾ V1. ആ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൈമറിയിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. I1 എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. വൈൻഡിങ് ശ്രദ്ധിക്കുക, വൈൻഡിങ് വൗണ്ട് ചെയ്തിരിക്കുന്ന രീതി, അതിലേക്കൊക്കെ ഞാൻ വരാം. ഈ I1 കാരണം ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും ഓരോ ഇൻസ്റ്റന്റിലും. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലക്സ് എന്ത് പറ്റി? കോറിലൂടെ, ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോറിലൂടെ ഈ ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് എത്തുന്നു. സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യുന്ന ഈ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ത് ചെയ്യും? ബൈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി സെക്കൻഡറിയിൽ എന്ത് സംഭവിച്ചു? ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. എങ്ങനത്തെ EMF? ഒരു ഓൾട്ടർനേറ്റിംഗ് നേച്ചർ ആയ ഒരു EMF. സ്മോൾ E2 വെച്ച് ഞാൻ ഡിനോട്ട് ചെയ്തു. ഇതെന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി സെക്കൻഡറി ആണ് E2. ഓക്കെ, ഇനി ഇതിലേക്ക് ലോഡ് കണക്ട് ചെയ്തിട്ടില്ല. സെക്കൻഡറിയുടെ 2 ടെർമിനൽ ഓപ്പൺ ആക്കി ഇട്ടിരുന്നാൽ എന്റെ സെക്കൻഡറിയിലൂടെ കറണ്ട് ഉണ്ടാകോ? ഇല്ല, കറണ്ട് 0 ആയിരിക്കും. അപ്പൊ ഞാൻ അവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തു. ലോഡ് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? E2 കാരണം ലോഡ് കണക്ട് ചെയ്തപ്പോൾ സെക്കൻഡറിയിലൂടെ ഒരു കറണ്ട് I2 ഫ്ലോ ചെയ്തു. അതാണ് എന്റെ സെക്കൻഡറി കറണ്ട്. I2 എന്റെ ലോഡിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. ആ വോൾട്ടേജ് ആണ് എന്ത്? V2. സെക്കൻഡറിയുടെ ടെർമിനൽ വോൾട്ടേജ് V2, പ്രൈമറിയുടെ ഇൻപുട്ട് വോൾട്ടേജ് V1, പ്രൈമറിയുടെ കറണ്ട് I1, സെക്കൻഡറിയുടെ കറണ്ട് I2. ഇതാണ് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ്. പക്ഷെ ഇതിൽ ഒതുങ്ങുന്നില്ല ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്ന ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഫ്ലക്സിന്റെ ഡിറക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പഠിച്ച റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇതിൽ അപ്ലൈ ചെയ്യുക. അതിന്റെ പ്രൈമറി വൈൻഡിങ് വൗണ്ട് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടോ?
ഈ കോറിന്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ വൗണ്ട് ചെയ്ത് തുടങ്ങി ബാക്കിലേക്ക് എത്തി ചുറ്റിത എടുക്കുകയാണ്. ഓക്കെ, പ്രൈമറിയിലെ വൈൻഡിങ്. അപ്പൊ പ്രൈമറിയിൽ V1 കൊടുത്തപ്പോൾ I1 ഫ്ലോ ചെയ്തു. I1 ഫ്ലോ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഫ്ലക്സ് ഫൈയുടെ ഡിറക്ഷൻ. എങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത്? ഇതിനെ ചുറ്റി പിടിക്കുക. ആരെ? എന്റെ ലിംബിനെ, ആ കമ്പ് പോലെ ഇരിക്കുന്ന ലിംബിനെ, എവിടെയാണോ വൈൻഡ് ചെയ്തിരിക്കുന്ന ആ ലിംബിനെ ഞാൻ എന്ത് ചെയ്തു? ചുറ്റി പിടിച്ചു. ചുറ്റി പിടിച്ചപ്പോൾ എന്റെ തമ്പ് കാണിക്കേണ്ടത് എന്തിനാണ്? ഇതൊരു കോയിലാണ്. കോയിലാകുമ്പോൾ തമ്പ് കാണിക്കുന്നത് ഫ്ലക്സിനെയും കേൾ ഫിംഗർ കാണിക്കേണ്ടത് കറണ്ടിനെയാണ്. അപ്പൊ പ്രൈമറി കറണ്ട് ഡിറക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? കേൾ ഫിംഗറിനെ വെച്ചെങ്കിൽ എന്റെ തമ്പിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും ഈ ഫിഗറില്? മേളിലോട്ട്. അതായത് ഫ്ലക്സിന്റെ ഡിറക്ഷൻ ടോപ്പിലേക്കാണ്. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് ഫ്ലക്സിന്റെ ഡിറക്ഷൻ. അപ്പൊ ഫ്ലക്സ് എന്ത് ചെയ്തു? സെക്കൻഡറിയിലേക്ക് വന്നു. ഓക്കെ, നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കേസ്, ഒരു n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു വൈൻഡിങ്ങിലൂടെ I എന്ന് പറഞ്ഞൊരു കറണ്ട് ഫ്ലോ ചെയ്താൽ, നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള പോലെ കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്തുന്നത് EMF ആണെങ്കിൽ, എന്റെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിന്റെ ഫ്ലോ നിലനിർത്തുന്നത് MMF ആണ്. ഒരു n എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് ടേൺസിലൂടെ I എന്ന് പറഞ്ഞ ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ n × I എന്ന് പറയുന്ന ഒരു MMF അവിടെ ഡെവലപ്പ് ചെയ്യും, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. ഇതിന്റെ ഉപയോഗം എന്താണ്? ഇത് അവിടെ ഫ്ലക്സിനെ എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നു. അങ്ങനെ എന്റെ ഫ്ലക്സ് അവിടെ ഫ്ലോ ചെയ്യുന്നു. അപ്പൊ പ്രൈമറിയിൽ ഉണ്ടായ MMF എന്താണ്? N1 I1. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി N1, I1 എന്ന് പറയുന്നത് പ്രൈമറിയിലൂടെ ഉള്ള കറണ്ട്. അപ്പൊ MMF എന്ന് പറയുന്നത് N1 I1. N1 I1 കാരണം എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നു. ആ ഫ്ലക്സ് എന്ത് ചെയ്തു? സെക്കൻഡറിയിലേക്ക് വന്ന് ലിങ്ക് ചെയ്തു. ലിങ്ക് ചെയ്തപ്പോൾ അത് വേരിയിങ് ഫ്ലക്സ് ആണ്. അതുകൊണ്ട് സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അതിന്റെ ഡിറക്ഷൻ എങ്ങനെയാണ്? ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫാരഡേസ് ലോ വെച്ചിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന മാത്രമേ നമുക്കറിയാവൂ. ഇതിന്റെ ഡിറക്ഷൻ പറഞ്ഞു തരുന്നത് ആരാണ്? ലെൻസസ് ലോ ആണ്. ലെൻസസ് പറഞ്ഞ എന്തായിരുന്നു? ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്താൽ ദാറ്റ് EMFന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഒപ്പോസ് ദി കോസ്. നമ്മൾ എല്ലായിടത്തും പറയും EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത EMF വിൽ ഒപ്പോസ് ദി കോസ്. കാരണക്കാരൻ ആരാണോ അയാളെ ഒപ്പോസ് ചെയ്യും എന്ന് പറഞ്ഞു. ജനറേറ്ററിന്റെ കേസിൽ കാരണക്കാരൻ റിലേറ്റീവ് വെലോസിറ്റി ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസ് എന്താണ്? ഇത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇവിടുത്തെ കാരണക്കാരൻ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാരണക്കാരനെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യണം എന്റെ ഇൻഡ്യൂസ് ചെയ്ത EMF. ഇൻഡ്യൂസ് ചെയ്ത EMFന് നേരിട്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റും? ഇല്ല. ഓരോ സിറ്റുവേഷനിലും വ്യത്യസ്തമായ രീതിയിലാണ് എന്റെ EMF പെരുമാറുന്നത്. ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഫ്ലക്സ് മേളിൽ നിന്ന് താഴോട്ട് വരുന്ന എന്റെ EMF കണ്ടു. EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യാൻ കാരണക്കാരൻ ഫ്ലക്സ് ആണെന്ന് മനസ്സിലായി. ഈ EMF എന്ത് ചെയ്യുന്നു? എന്റെ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യണം. ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ ആരെ കൊണ്ടേ പറ്റൂ? ഫ്ലക്സിനെ കൊണ്ടേ പറ്റൂ. അപ്പൊ E2 വിചാരിച്ചു ഒരു ഫ്ലക്സിനെ ഉണ്ടാക്കണം. ഫ്ലക്സിനെ എങ്ങനെ ഉണ്ടാകും? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്ലക്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ സെക്കൻഡറിയിൽ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ആ കറണ്ടിന്റെ ഡിറക്ഷൻ ആര് തീരുമാനിക്കും? എന്റെ E2 തീരുമാനിക്കും. E2 എന്തിന്റെ ബേസിൽ തീരുമാനിക്കും? ഈ കറണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലക്സ് ഷുഡ് ഒപ്പോസ് ദി മെയിൻ ഫ്ലക്സ്. അതായത് എന്റെ I2 ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് താഴ്ന്ന മേലോട്ടായിരിക്കും. എന്റെ മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് ഫ്ലക്സിന്റെ ഡിറക്ഷൻ മേലിലോട്ടാണെന്ന് അറിയാം. അപ്പൊ ഞാൻ ഈ എന്റെ ലിംബിനെ ഞാൻ എന്റെ വൈൻഡ് ചെയ്തിരിക്കുന്ന രീതി വെച്ചിട്ട് ഞാൻ അതിനെ അങ്ങ് ചുറ്റിപ്പിടിച്ചു. ഫ്ലക്സ് മേലോട്ടാണെങ്കിൽ എന്റെ കറണ്ട് ഡിറക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും? ചുറ്റി വരണം. താഴെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? കറണ്ട് താ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്നതാ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിലായിരിക്കണം എന്റെ കറണ്ടിന്റെ ഡിറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി I2 എന്ത് ചെയ്യും? ലോഡിലോട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ നിന്ന് ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ഫ്ലക്സ് ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലക്സ് എന്തുകൊണ്ട് മെയിൻ ഫ്ലക്സിനെ അവിടെ കുറയ്ക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരാം. അതിലേക്കുള്ള ഉത്തരമാണ് ഇതൊരു ഒപ്പോസിങ് ഫ്ലക്സിനെ ഉണ്ടാക്കി. ലെൻസസിനെ നമുക്ക് അനുസരിച്ചേ പറ്റൂ. അവിടെ ഒരു ഒപ്പോസിങ് ഫ്ലക്സ് ഉണ്ടായി. ഇനി ഈ ഫ്ലക്സിന് കാരണക്കാരൻ ആരാണ്? I2 എന്ന് പറയുന്ന കറണ്ട് N2ലൂടെ ഫ്ലോ ചെയ്തപ്പോൾ N2 I2 എന്ന് പറയുന്ന ഒരു MMF ഉണ്ടായി. ആ MMF കാരണമാണ് എന്റെ മെയിൻ ഫീൽഡിന് ഒപ്പോസ് ചെയ്തത്. ഇനി
എൻ്റെ ലോഡ് ഞാൻ കണക്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ പ്രൈമറി ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? ഇത് നോ ലോഡ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എൻ്റെ പ്രൈമറി ഡ്രോ ചെയ്യുന്ന കറണ്ട് വെരി ലോ വാല്യൂ ആയിരിക്കും. ഇനി ലോഡ് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ലോഡ് സെക്കൻഡറിയിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്യുന്ന അനുസരിച്ച് പ്രൈമറി എന്ത് ചെയ്യും? സപ്ലൈയിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്യുന്നു. അപ്പോൾ I2 സെക്കൻഡറിയിലെ കറണ്ടിന് എത്രത്തോളം ഇൻക്രീസ് വരുന്നു അതിന് കറസ്പോണ്ടിങ്, ഈക്വൽ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കറസ്പോണ്ടിങ് ഇൻക്രീസ് എവിടെ വരും? പ്രൈമറിയിൽ വരും. പ്രൊവൈഡഡ് ആ വരുന്ന ഇൻക്രീസിനെ ഞാൻ I2 ഡാഷ് എന്ന് വിളിച്ചു. പ്രൈമറിയിൽ സെക്കൻഡറി ലോഡ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഇൻക്രീസ് അതിനെ ഞാൻ I2 ഡാഷ് എന്ന് വിളിച്ചാൽ ആ I2 ഡാഷ് എൻ്റെ N1 കടന്നു പോകുമ്പോൾ ഒരു MMF ഉണ്ടാക്കും. അത് ക്ലിയർ ആണോ? എൻ്റെ I2 ഡാഷ് പ്രൈമറിയുടെ വൈൻഡിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഒരു MMF ഉണ്ടാകും. ആ MMFന്റെ പേരാണ് N1 I2 ഡാഷ്. ആ MMFന് ഒരു പ്രത്യേകത ഉണ്ട്. കറണ്ട് സെയിം അല്ലായിരുന്നു, പക്ഷെ ദാറ്റ് MMF വിൽ ബി ഈക്വൽ ടു സെക്കൻഡറിയിൽ നേരത്തെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഫ്ലക്സിന്റെ MMFന് തുല്യമായിരിക്കും പ്രൈമറിയിൽ ഇപ്പോൾ ഉണ്ടാക്കിയ MMF, അതായത് N1 I2 ഡാഷ്. അവിടെ ഓൾറെഡി N1 I1 ഉണ്ട്, അയാൾ അവിടെ ഇരിക്കട്ടെ, അതാണ് നമ്മുടെ മെയിൻ ഫ്ലക്സ്. N1 I2 ഡാഷും എൻ്റെ N2 I2ഉം എന്താണ്? സെയിം ആണ്. സെയിം ആൻഡ് ഒപ്പോസിങ് ഈച്ച് അതർ ആണ്. അവര് ക്യാൻസൽ ഔട്ട് ആയി പോകുന്നു. നെറ്റ് എഫക്റ്റ് എൻ്റെ കോറിൽ ഏത് ഫ്ലക്സ് മാത്രമേ ഉള്ളൂ? എൻ്റെ മെയിൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലക്സുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് എങ്ങും പറയാത്തത്. നെറ്റ് എഫക്റ്റ് ലെൻസസ് ലോയുടെ പറഞ്ഞു വരുമ്പോൾ ഇത്രയാണ് എൻ്റെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ്. അതിൽ നിന്ന് മനസ്സിലായി പ്രൈമറിയിലെ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഫ്ലക്സ് ഫൈ മാത്രമേ ഉള്ളൂ. എന്താണ് മാഗ്നറ്റൈസിങ് കമ്പോണന്റ് എന്നൊക്കെ ഉള്ളത് ഇക്വലന്റ് സർക്യൂട്ടിൽ നമ്മൾ പഠിക്കും. അത് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മുടെ ബേസിക് വർക്കിംഗ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളതും എൻ്റെ കോറിന്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് എൻ്റെ ഏത് വൈൻഡിങ്ങിലോട്ടാണോ സപ്ലൈ കൊടുക്കുന്നത് അത് പ്രൈമറി, ഏത് വൈൻഡിങ്ങിലോട്ടാണോ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെക്കൻഡറി. ഇനി ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ്. സ്മോൾ ലെറ്റർ വി, ക്യാപിറ്റൽ ലെറ്റർ വി. എപ്പോഴും ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഒക്കെ പഠിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ കണ്ട് ശീലം. അവരൊക്കെ എന്താണ്? RMS വാല്യൂസ് ആണ്. യഥാർത്ഥത്തിൽ ഞാൻ പ്രൈമറി കൊടുക്കുന്ന V1 ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് Vm sin omega t. അതിന്റെ RMS വാല്യൂ ആണ് ക്യാപിറ്റൽ V1. I1 എന്ന് പറയുന്നത് പ്രൈമറി കറണ്ട്, അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്. ക്യാപിറ്റൽ A1 എന്ന് പറയുന്നത് സ്മോൾ I1 ന്റെ RMS വാല്യൂ. അതുപോലെ E1ഉം E2ഉം എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നിരിക്കുന്നത് എന്താണ്? എൻ്റെ എല്ലാ വോൾട്ടേജിനും കറസ്പോണ്ടിങ് RMS വാല്യൂ ആണ്. ഇതിലൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയ കേസ്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഒരു E1 ഉണ്ട്. അതാരാണ്? എൻ്റെ പ്രൈമറിയിലൂടെ I1 ഫ്ലോ ചെയ്യാണ്. അതൊരു കോയിലല്ലേ? കോയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകത്തില്ലേ? ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ തന്നെയല്ലേ എൻ്റെ ഈ പ്രൈമറി കോയിലും ഇരിക്കുന്നത്. അപ്പോൾ ഒരു EMF പ്രൈമറിയിൽ ഉണ്ടാകത്തില്ലേ? അതിന്റെ പേരെന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF E1. അത് പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്തു. ഈ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞില്ല? കാരണം വേറൊന്നുമില്ല, എൻ്റെ ഉദ്ദേശം പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നടന്നാണ് എൻ്റെ ഈ സെൽഫ് ഇൻഡക്ഷൻ. അതെന്റെ പവർ ട്രാൻസ്ഫറിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ട്രാൻസ്ഫോമർ വർക്കിംഗ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. ഓക്കെ, ഇനി ഇതായിരുന്നു നേരത്തെ പറഞ്ഞു നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കേസ്. ഒരിക്കലും ഫ്ലക്സ് താനെ ഉണ്ടാകത്തില്ല. ഫ്ലക്സിന് കാരണക്കാരൻ എന്ന് പറയുന്നത് എൻ്റെ MMF ആണ്. MMFും താനെ ഉണ്ടാകത്തില്ല. ഒരു N1 നമ്പർ ഓഫ് ടേൺസിലൂടെ I1 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് N1 I1 എന്ന് പറയുന്ന ഒരു MMF ഉണ്ടാകുന്നത്. അതാണ് ഫ്ലക്സിന് കാരണക്കാരനാകുന്നത്. ഇതിന്റെ ബേസിക്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് സ്ലൈഡ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ലൈഡ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു എൻ്റെ സെക്കൻഡറിയിൽ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോ ലോഡാണ്, സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ഇല്ല. ലോഡ് കണക്ട് ചെയ്താൽ സെക്കൻഡറിയിൽ എന്തുണ്ട്? ഇപ്പോൾ I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നു. I2 ലോഡിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? വോൾട്ടേജ് ഡ്രോപ്പ് V2 ഉണ്ടാകുന്നു. അപ്പോൾ പ്രൈമറിയിൽ ഉണ്ടായിരുന്ന പവർ എന്താണ്? സ്മോൾ V1 I1. സെക്കൻഡറിയിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത പവർ എന്താണ്? V2 I2. ദസ് നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ പവർ ഇസ് ട്രാൻസ്ഫോർഡ് ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ. ഇതിൽ വൺ സർക്യൂട്ട് ആണ് പ്രൈമറി, അനദർ സർക്യൂട്ട് എന്ന് പറയുന്നതാണ് സെക്കൻഡറി. ഇതിലൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്, അവിടെ മൂവിങ് പാർട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ
ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. ഈ പറയുന്ന ചില പോയിന്റ്സ് തീരെ സിമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഈവൻ എയുടെ ക്വസ്റ്റ്യൻസിലും അസിസ്റ്റന്റ് ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാംസിനും അതുമാത്രമല്ല അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാംസിന് വരെ ഇത്തരം ബേസിക് ക്വസ്റ്റ്യൻസ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണെങ്കിൽ പോലും എൻ്റെ ആ ട്രാൻസ്ഫോമറിന്റെ 3D ഫിഗർ നമ്മൾ കണ്ടു. ഇതിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഓക്കെ, കോറിനെ 3D മാറ്റി 2Dയിലേക്ക് വരുത്തി. എൻ്റെ കയ്യിൽ ഒരു കോറുണ്ട്, അതിനെ വൈൻഡ് ചെയ്ത രീതി കണ്ടല്ലോ, നേരത്തെ കണ്ട പോലെ തന്നെ. ആദ്യം കോറിന്റെ ലിംബിന്റെ ഈ സൈഡിൽ നിന്ന്, നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വൈൻഡ് ചെയ്ത് തുടങ്ങി ബാക്കിലേക്ക് പോയാണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡറി വൗണ്ട് ചെയ്യുന്നതിന്റെ ആശ്രയിച്ചിരിക്കുമ്പോൾ എൻ്റെ കറണ്ടിന്റെ ഡിറക്ഷൻ. കാരണം ബൈ ലെൻസസിലോ നമ്മൾ പറഞ്ഞു എൻ്റെ മെയിൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യലാണ് എൻ്റെ സെക്കൻഡറിയിലുണ്ടായ EMFന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ ബേസ് ചെയ്ത് വർക്കിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതാണ് ഇതിന്റെ ബേസിക് റെപ്രസെന്റേഷൻ. ഇനി ഇതിന്റെ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് വെറുതെ കോയിൽ മാത്രം കാണിക്കുന്നത്. ഈ കോയിൽ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോർ ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയും? കോർ നമുക്ക് എവിടെയെങ്കിലും റെപ്രസെന്റ് ചെയ്യണ്ടേ? അതിനാണ് ഈ കാണുന്ന 2 പാരലൽ ലൈൻസ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ 2 കോയിൽസിനിടയിൽ ട്രാൻസ്ഫോമറിൽ കാണിക്കുന്ന ഈ പാരലൽ ലൈൻസ് കാണിക്കുന്ന എന്താണ്? ഇറ്റ് ഷോസ് ദാറ്റ് ദിസ് ട്രാൻസ്ഫോമർ ഹാസ് എ മാഗ്നറ്റിക് കോർ. ഒരു കോർ മെയ്ഡ് വിത്ത് എ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്റെ ട്രാൻസ്ഫോമറിനുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 പാരലൽ ലൈൻസ്. ഓക്കെ, ഇനി ലെൻസസ് ലോ, ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറയാം. ലെൻസസ് ലോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഒപ്പോസ് ദി കോസ്. ഇൻഡക്ഷന് കാരണമായ കോസിനെ, കാരണക്കാരനെ അത് ഒപ്പോസ് ചെയ്യും. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാരണക്കാരനായത് എന്നുള്ളതുകൊണ്ട് സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. എന്ത് ചിന്തിക്കുന്നു? സെക്കൻഡറിയിൽ EMF പറയുന്നു ഓക്കെ, ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യണം. എനിക്ക് നേരിട്ട് ഒന്നും ഒപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് വിൽ ബി പ്രൊഡ്യൂസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് വിൽ ഒപ്പോസ് ദി മെയിൻ ഫ്ലക്സ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു MMF ഉണ്ടായി അവിടെ, N2I2 എന്ന് പറയുന്ന ഒരു MMF. അതൊരു ഒപ്പോസിറ്റ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഉണ്ടാക്കി. പക്ഷെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഇൻക്രീസ് പ്രൈമറിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിനെ I2' എന്ന് പേരിട്ടു. അപ്പൊ പ്രൈമറിയിൽ I1 എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? നോ ലോഡിലെ കറണ്ട് I0 ഉണ്ട്, പ്ലസ് I2' ഉണ്ട്. അപ്പൊ ഈ I2' എന്റെ N1ലൂടെ കടന്നു പോകുമ്പോൾ MMF N1I2' ഉണ്ടാവുകയും ഈ MMF വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു സെക്കൻഡറിയിൽ ഉണ്ടായ MMF ആണെന്ന് അറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവര് രണ്ടുപേരും ഉണ്ടാക്കിയ ഫ്ലക്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, കട്ടായി പോയി, ക്യാൻസൽ ആയി പോയി. അതുകൊണ്ട് എന്റെ കോറില് മെയിൻ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. ഇനി EMF ഇക്വേഷൻ അതിന്റെ ഡെറിവേഷൻ ഒക്കെ എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് തോന്നാം. പക്ഷെ ഇതിൽ കുറച്ച് ബേസിക്സ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടി പ്രൈമറിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് V1 = Vm sin ωt കൊടുക്കുന്നു. അത് കാരണം I1 ഉണ്ടാവുന്നു. അത് കാരണം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, വേരിയിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. അതിന്റെ വേരിയേഷൻ സിനുസോയിഡൽ ആണെങ്കിൽ അതിനെ ഫൈ എന്ന പേര് വിളിച്ചെങ്കിൽ ആ വേരിയേഷൻ എന്താണ്? φm sin ωt ആണ്. അങ്ങനെയാണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്തത് ബേസിക് ഇക്വേഷൻ എന്താണ്? EMF = ഇനി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ വഴി കിട്ടുന്ന EMF ഇല്ലേ, അത് എന്ത് വാല്യൂ ആണ്? ആവറേജ് ആണോ, RMS ആണോ, ഇൻസ്റ്റന്റേനിയസ് ആണോ, പീക്ക് വാല്യൂ ആണോ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർത്ത് വെക്കുക, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ വഴി കിട്ടുന്ന EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ ആണ് EMF ഇൻഡ്യൂസ്ഡ് ചെയ്യുന്നതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതെന്തെന്ന് നമുക്കറിയാം. EMF ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു d ψ/dt. Psi എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലക്സ് ലിങ്കേജ്. ഫ്ലക്സ് ലിങ്കേജ് എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫൈ ആണ് എന്റെ ഫ്ലക്സ് എങ്കിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് n∅ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ, ആവറേജ് വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ എന്ന് പറയുന്നത് EN ഡിനോട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു d∅/dt. കാര്യം n 1 ആയി പോയി. ഇനി ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി ഞാൻ ആലോചിച്ചു, ഓക്കെ, d∅/dt. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു നിശ്ചിത ടൈം പീരീഡ് എടുക്കുക. ആ ടൈം പീരീഡിലുള്ള എന്റെ ഫ്ലക്സിന്റെ വേരിയേഷൻ നോക്കുക. അങ്ങനെ എന്ത് ചെയ്തു? d∅. ഓക്കെ, 0 മുതൽ φm വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് എന്റെ ഫ്ലക്സ് എടുക്കുന്ന സമയം നോക്കി. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് T ആയിരുന്നു എന്നുണ്ടെങ്കിൽ φmലേക്ക് എത്താൻ എന്റെ ഫ്ലക്സ് എടുക്കുന്ന ടൈം T/4. നമുക്കറിയാം T = 1/f ആണെന്നറിയാം. അപ്പൊ T/4 വരുമ്പോഴത്തേക്ക് എന്ത് വരും? 1/4f വരും. ഇതാണ് അവിടുത്തെ ബേസിക്. അപ്പൊ ടോട്ടൽ ടൈമും എനിക്കറിയാം,
അതിന്റെ വ്യതിയാനം എനിക്കറിയാം. എത്രയാണ്? T/4 കൊണ്ട് ഉള്ള ടൈം വ്യത്യാസം കൊണ്ട് എനിക്ക് 0യിൽ നിന്ന് 5m എത്തി. അപ്പോൾ വേരിയേഷൻ 5m ആണ്. അപ്പൊ d5 അവിടെ എനിക്ക് എന്തെന്നിടാം? 5m എന്നിടാം. ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം dt എന്താണ്? നേരത്തെ പറഞ്ഞു T/4 ആണ്. അത് വിൽ ബി ഈക്വൽ ടു 1/4f. ഓക്കെ, ഡിനോമിനേറ്റർ ടേം മേളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി? EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ഈസ് ഈക്വൽ ടു 4f5m. ക്ലിയർ ആണ്? ഇതെന്താണ്? EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ്. ഇത് ആവറേജ് വാല്യൂ ആണ്. ജനറലി നമ്മൾ എപ്പോഴും എല്ലായിടത്തും കാണുന്ന ഉദാഹരണം 11 kV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ 230 വോൾട്ട് ഡൊമസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നതൊക്കെ എന്ത് വാല്യൂ ആണ്? ആവറേജ് ആണോ? അല്ല, RMS വാല്യൂ ആണ്. വെറുതെ ഞാൻ ഒരു മെഷീൻ എടുത്തിട്ട് 230 വോൾട്ട് എന്നോ 415 വോൾട്ട് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്ന RMS ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആവറേജ് വെച്ച് തൃപ്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്തു? RMSലേക്ക് കടന്നു. RMSനെ ആവറേജിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഐ ഹാവ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് RMS വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. അപ്പോൾ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് എൻ്റെ ഫോം ഫാക്ടർ. എൻ്റെ ഫ്ലക്സ് സിനുസോയിഡലി വേരിയിങ് ആണെന്ന് അറിയാം. ഒരു സൈൻ വേവിന്റെ ഫോം ഫാക്ടർ 1.11 ആണ്. ഒരു സൈൻ വേവിന്റെ ഫോം ഫാക്ടർ 1.11 ആണ്. ഇത് അതേപടി ചോദിച്ചിട്ടുണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. ഇത്രയും സിമ്പിളൊക്കെ ചോദിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ടഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഒരു PSC എക്സാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ഈ സെക്ഷനിൽ നിന്ന് വരുന്നത് മിക്കവാറും സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മിനിമം ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇത് 1.11 എന്ന് നമുക്ക് കിട്ടി. അത് എടുത്തിട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ എന്ന് പറയുന്നത് 1.11 ഇൻറ്റു ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ 4f5m ആയിരുന്നു. അപ്പൊ ഇൻറ്റു 1.11 ചെയ്യുമ്പോൾ 4.44f5m കിട്ടി. ഇതെന്താണ്? RMS വാല്യൂ ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്ത EMF കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പെർ ടേൺ ഇൻറ്റു പ്രൈമറിയുടെ നമ്പർ ഓഫ് ടേൺസ് ചെയ്യുക. അപ്പൊ N1. അപ്പൊ ഇൻറ്റു N1 ചെയ്തപ്പോൾ പ്രൈമറിയിൽ ഉണ്ടായ ടോട്ടൽ RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കിട്ടി. സെക്കൻഡറിയിൽ ഉണ്ടായ RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് E2 ആണ്. അതിന് എന്ത് ചെയ്തു? E2ന്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N2 ആണ്. അപ്പൊ 4.44f5m ഇൻറ്റു N2. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രാൻസ്ഫോമർ എടുത്താൽ EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇതായിരുന്നു. പ്രൈമറിയിലാണ് കൂടുതൽ, സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡറിയിലാണ് കൂടുതൽ, തേർഡ് ഓപ്ഷൻ രണ്ടും ഈക്വൽ ആണ്, ഫോർത്ത് ഓപ്ഷൻ നോ റിലേഷൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്രൈമറിയിലായിരുന്നാലും സെക്കൻഡറിയിലായിരുന്നാലും EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ സെയിം ആയിരിക്കും. ക്ലിയർ ആണ്? ഈ 5mനെ എനിക്ക് എന്തെന്ന് എഴുതാം? മാക്സിമം ഫ്ലക്സ് ആണ് എൻ്റെ 5m. അതിനെ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി എനിക്കറിയാം BM ഈസ് ഈക്വൽ ടു 5m/A. A എന്ന ഏരിയ ഓഫ് കോർ. അങ്ങനെയാണെങ്കിൽ 5m ക്യാൻ ബി റിട്ടൺ ആസ് BM ഇൻറ്റു A. അങ്ങനെ ഈ ഇക്വേഷൻ ഇങ്ങനെയും റീപ്ലേസ് ചെയ്യാം. ഇനി വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K. എൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിൽ നിന്ന് എത്രത്തോളം മാറ്റം എൻ്റെ സെക്കൻഡറിയിൽ വോൾട്ടേജിൽ ഉണ്ടായി എന്ന് കാണിക്കുന്നതാണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. വോൾട്ടേജ് എത്രത്തോളം ട്രാൻസ്ഫോംഡ് ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡറി എൻ്റെ പ്രൈമറിയിൽ വോൾട്ടേജും കൂടെ നോക്കുന്നു. അപ്പൊ E2/E1 ഈസ് ഈക്വൽ ടു ആണ് എൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. K ഈസ് ഈക്വൽ ടു E2/E1. പക്ഷെ എനിക്ക് എൻ്റെ ഈ ഇക്വേഷനിൽ നിന്ന് അറിയാം എന്ത്? E2/E1 ഈക്വൽ ടു N2/N1. അതുകൊണ്ട് എങ്ങനെ എഴുതാം? E2/E1 ഈക്വൽ ടു N2/N1 ഈക്വൽ ടു K. ക്ലിയർ ആണ്? ഇനി ഓക്കെ, അത് വരെ കഴിഞ്ഞു. ഇനി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ എല്ലാ കട്ട് ചെയ്യേണ്ട ഫ്ലക്സുകളൊക്കെ കട്ട് ചെയ്ത് പോയി. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? എൻ്റെ മെയിൻ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൈമറിയുടെ കേസ് എടുത്താലും സെക്കൻഡറിയുടെ കേസ് എടുത്താലും എൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് സെയിം ആണ്, ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ N1I1 ഈസ് ഈക്വൽ ടു N2I2. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? പ്രൈമറിയിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന്റെ MMF N1I1, സെക്കൻഡറിയിൽ N2I2. അതുകൊണ്ട് രണ്ടുപേരും സെയിം ആണ്, സെയിം ഫ്ലക്സ് ആണ് ലിങ്ക് ചെയ്യുന്നത്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? I1/I2 ഈസ് ഈക്വൽ ടു N2/N1. N2/N1 അത് ഞാൻ എടുത്ത് എഴുതുമ്പോൾ ഇപ്പുറത്തോട്ട് നോക്കിയേ. N2/N1 ഈസ് ഈക്വൽ ടു E2/E1 ആയിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? I1/I2. അതുകൊണ്ട് വോൾട്ടേജ് കൂടിയ സ്ഥലത്ത് കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി വോൾട്ടേജ് കുറവുള്ളിടത്ത് കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവർക്കിടയിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളതെന്ന് നമുക്ക് വ്യക്തമായി. ഇനി ഇതിൽ ടെർമിനൽ വോൾട്ടേജിനെ നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയില്ല. അവരെ ഞങ്ങൾ ഉൾപ്പെടുത്താം. എങ്ങനെ ഉൾപ്പെടുത്താം? ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ
ഇതിന് ലോസസ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈമറിയിൽ കൊടുക്കുന്ന അതേ പവർ തന്നെ സെക്കൻഡറിയിലേക്ക് എത്തുന്നു. ഇത് എന്ത് പവറാണ് നമ്മൾ പറയുന്നത്? VA. നമ്മൾ കോസ് എടുക്കുന്നില്ല, വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ KVA ആണ് പറയുന്നത്. കിലോ വോൾട്ട് ആംപിയർ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു കിലോ വോൾട്ട് ആംപിയർ ഔട്ട്പുട്ട്. അങ്ങനെ അസംഷനിൽ എനിക്ക് എന്ത് കിട്ടും? V1 I1 ആണ് പ്രൈമറിയിലെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നത്. അതേ പവർ തന്നെ ആയിരിക്കും എൻ്റെ സെക്കൻഡറിയിൽ ഫോർ ഐഡിയൽ ട്രാൻസ്ഫോർ, കാരണം ലോസസ് ഇല്ല. അപ്പോൾ V1 I1 ഈസ് ഈക്വൽ ടു V2 I2. സോ V2 by V1 ഈസ് ഈക്വൽ ടു I1 by I2. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം റിലേഷൻ ഒന്ന് എടുത്ത് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു റിലേഷൻ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. E2 by E1 ഈസ് ഈക്വൽ ടു N2 by N1 ഈസ് ഈക്വൽ ടു V2 by V1 ഈസ് ഈക്വൽ ടു I1 by I2. ഈക്വൽ ടു എന്തെന്നാ പറയുന്നത്? K. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റിലേഷൻ ക്ലിയർ ആണ്? ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലായി. E2 കൂടുതലായത് കറണ്ട് കുറവായിരിക്കും, E2 കൂടുതലാണെങ്കിൽ അവിടെ കറണ്ട് കുറവ്. അങ്ങനെ പറയാൻ കാര്യം എന്തോ? E2 by E1 ഈസ് ഈക്വൽ ടു I1 by I2 എന്നാ പറഞ്ഞത്. അവർക്കിടയിൽ റിലേറ്റീവ് ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഉള്ളത്. അത് ക്ലിയർ ആണല്ലോ. ഇനി എന്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് ഒരു കാര്യം കൂടെ വ്യക്തമാണ്. E2 by E1 ആണ് എന്റെ K എന്ന് പറയുന്നത്. Kയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവണമെങ്കിൽ E2ന്റെ വാല്യൂ എന്തായിരിക്കണം? ഹയർ ആയിരിക്കണം. വെൻ E2 ഈസ് ഗ്രേറ്റർ ദാൻ E1 എന്റെ K വിൽ ബി മോർ ദാൻ 1. അതിന്റെ അർത്ഥം എന്താ? പ്രൈമറിയിലെ വോൾട്ടേജ് ചെറുതാണ്, സെക്കൻഡറിയിലെ വോൾട്ടേജ് വലുതാണ്. അതിന്റെ അർത്ഥം സ്റ്റെപ്പ് അപ്പ് ചെയ്തു. പ്രൈമറിയിൽ എന്ത് വോൾട്ടേജ് ആണോ കൊടുത്തത് അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് സെക്കൻഡറിയിലേക്ക് എത്തിച്ചത്. ക്ലിയർ ആണ്? പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്ത EMF E1 ആണെങ്കിൽ സെക്കൻഡറിയിൽ വന്നത് E2 ആണ്. ഈ E2 E1 തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കിട്ടും? കെയിൽ നിന്ന് കിട്ടി. കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? E2 വലുതാണെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്നാ അതിന്റെ അർത്ഥം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ E2 വലുതാവണമെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ N2 വിൽ ബി ഗ്രേറ്റർ ദാൻ N1. ക്ലിയർ ആണ്? ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിലോ കെയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. അതെങ്ങനെ കിട്ടും നമുക്ക്? സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് ചെറുത് പ്രൈമറിയേക്കാളും. അപ്പൊ E2 by E1 എടുക്കുമ്പോൾ E2 ആണ് ചെറുത്, അപ്പോൾ ലെസ് ദാൻ 1 വാല്യൂ കിട്ടി. അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. കെയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ക്ലിയർ ആണ്? അവിടെ N2 വിൽ ബി ലെസ് ദാൻ N1. എവിടെയാണ് വോൾട്ടേജ് കൂടുതൽ അവിടെയാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. ഈ ഒരു കോൺസെപ്റ്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ ഫിഗർ ആണ്. ഇതിൽ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പ്രൈമറിയിൽ ലോ വോൾട്ടേജ്, സെക്കൻഡറിയിൽ ഹൈ വോൾട്ടേജ്. പ്രൈമറിയിൽ ലോ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? ഫ്യൂ ടേൺസ് ആയിരിക്കും, വളരെ കുറച്ച് ടേൺസ് മാത്രമേ ഉള്ളൂ. സെക്കൻഡറിയുടെ കേസ് എടുത്താലോ ഹൈ വോൾട്ടേജ് ആണ്, അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിൽ നിന്ന്. E2 കൂടുതലാണെങ്കിൽ അവിടുത്തെ കറണ്ട് കുറവായിരിക്കും, E2 കുറവാണെങ്കിൽ അവിടുത്തെ കറണ്ട് കൂടുതലായിരിക്കും. ലോ വോൾട്ടേജ് സൈഡിൽ അപ്പം കറണ്ട് എന്തായിരിക്കും? ഹൈ കറണ്ട് ആയിരിക്കും. ഹൈ വോൾട്ടേജ് സൈഡിൽ കറണ്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുത്തു. ഹൈ വോൾട്ടേജ് സൈഡാണ് പ്രൈമറിയിൽ, സെക്കൻഡറിയിൽ ലോ വോൾട്ടേജേ ഉള്ളൂ. ഹൈ വോൾട്ടേജ് ഉള്ളിടത്ത് മെനി നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. സെക്കൻഡറിയിൽ ലോ വോൾട്ടേജ് ആയതുകൊണ്ട് കുറച്ച് നമ്പർ ഓഫ് ടേൺസ് മാത്രമേ ഉള്ളൂ. വോൾട്ടേജ് ഹൈ ആണ് പ്രൈമറിയിൽ, അതുകൊണ്ട് അവിടുത്തെ കറണ്ട് ലോ ആണ്. സെക്കൻഡറിയിൽ വോൾട്ടേജ് ലോ ആണ്, അതുകൊണ്ട് അവിടുത്തെ കറണ്ട് ഹൈ ആണ്. നമ്പർ ഓഫ് ടേൺസിന്റെ കേസും ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം കൂടെ എഴുതിയിരിക്കുന്നുണ്ടോ? തിൻ വൈൻഡിങ്, തിക്ക് വൈൻഡിങ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡറിയിലെ കറണ്ട് കൂടുതലാണെന്ന് നമുക്കറിയാം. കൂടുതലാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ പിന്നെയും കൂടുന്നെങ്കിൽ അവിടുത്തെ ലോസ് കൂടത്തില്ലേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുന്നു. കുറഞ്ഞിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയാം R proportional to L by A. Resistance of a conductor is proportional to length and inversely proportional to area. ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നു. ക്ലിയർ ആണ്? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡറിയിൽ ഹൈ കറണ്ട് ആയതുകൊണ്ട് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ വൈൻഡിങ്ങിനെ എന്ത് ചെയ്തു? ഹൈ ഏരിയ വേണം, എന്നാലേ അവിടെ റെസിസ്റ്റൻസ് കുറയുള്ളൂ. ഹൈ ഏരിയ കിട്ടാൻ വേണ്ടി, ലാർജ് ഏരിയ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? വയർ തിക്ക് വയർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നേരെ തിരിച്ചുള്ള കൺസെപ്റ്റ്. പ്രൈമറിയുടെ സൈഡിൽ കറണ്ട് ലോ ആണ്. കറണ്ട് ലോ ആണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ടാണ് കറണ്ട് ലോ. കറണ്ട് ലോ ആവണമെങ്കിൽ, റെസിസ്റ്റൻസ് ഹൈ ആവണമെങ്കിൽ ഏരിയ ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം ഇൻവേഴ്സ്ലി ആണ്. അതുകൊണ്ട് ഏരിയ കുറഞ്ഞിരിക്കണം. ഏരിയ കുറഞ്ഞിരിക്കാൻ തിൻ വയർ ഉപയോഗിക്കണം. ക്ലിയർ ആണ്? ഈ ഒരു ബേസിക്സിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാം. തിൻ വൈൻഡിങ് ആണോ തിക്ക് വൈൻഡിങ് ആണോ
ഹൈ വോൾട്ടേജ് സൈഡിലാണോ ലോ വോൾട്ടേജ് സൈഡിലാണോ. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇനി ഒരു ജസ്റ്റ് ഒരു അറിയിപ്പാണ്, നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ നോട്ട്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PPT അല്ല, റിട്ടേൺ നോട്ട്സ് ആയിരിക്കും. ബോർഡിൽ വരച്ചു അല്ല പഠിപ്പിക്കുന്നത്, റിട്ടേൺ നോട്ട്സ് ആയിരിക്കും. പോർഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിനും അന്നുള്ള പോർഷൻസ് പ്രീവിയസ് ഡിസ്കസ് ചെയ്യുന്നതിനും ഇതാണ് എളുപ്പമാർഗം. ഓക്കെ, ഇനി ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്ന് മാത്രമുള്ള നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാം. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ വേക്കൻസിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ആ ഒരു എക്സാമിന് ചോദിച്ച 2014 ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്താണ്? ഫ്രീക്വൻസി. എന്തൊക്കെയുണ്ട്? വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ഓൾ ഓഫ് ദി എബോ ഉണ്ട്. കറണ്ടും കൂടെ ഉള്ളതുകൊണ്ട് എന്തായിരുന്നാലും ഓൾ ഓഫ് ദി എബോ കൊടുക്കാനുള്ള സാധ്യത എന്തായിരുന്നാലും ഇല്ല. വോൾട്ടേജ് വേരിയബിൾ ആണ്, അവിടെ മാറാത്തതായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ. അറ്റ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി പവർ ഇസ് ട്രാൻസ്ഫോർഡ് ഫ്രം പ്രൈമറി ടു സെക്കൻഡറി. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ഫ്രീക്വൻസി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൈൻഡിങ് ഓഫ് ദി ട്രാൻസ്ഫോമർ ഹാസ് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഏത് വൈൻഡിങ്ങിനാണ് ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് ചോദിക്കും. നിങ്ങൾ ഇനി സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ മനസ്സ് വിചാരിച്ചുകൊണ്ട് വന്നിട്ട് പ്രൈമറി സെക്കൻഡറി നമ്മൾ എഴുതി വെക്കരുത്. എവിടെയാണോ ലോ വോൾട്ടേജ് ഉള്ളത്, അത് ഏത് ട്രാൻസ്ഫോമർ ആയിക്കോട്ടെ, സ്റ്റെപ്പ് അപ്പ് ആയിക്കോട്ടെ, സ്റ്റെപ്പ് ഡൗൺ ആയിക്കോട്ടെ, പ്രൈമറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, എവിടെയാണോ ലോ വോൾട്ടേജ് ഉള്ളത് അവിടെ ഹൈ കറണ്ട് വരണം. ഹൈ കറണ്ട് അവിടെ വരണമെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് ചെറുതായിരിക്കും. റെസിസ്റ്റൻസ് ചെറുതാണെങ്കിൽ അവിടുത്തെ ഏരിയ വലുതായിരിക്കണം. അപ്പൊ ലാർജ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ളത് തിക്ക് വയർ കൊടുക്കുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിലാണ്. ഈ 2 ക്വസ്റ്റ്യൻ ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രം. ലോസസ് എന്നാണ് നോർമലി എല്ലാ എക്സാംസിനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു വർഷം മാത്രം ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പോളിടെക്നിക് ലെക്ചറിന്റെ വേക്കൻസിയിൽ വന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു. നമ്മൾ ആ ഡെറിവേഷൻ പഠിച്ചതിന്റെ ഒരു ഉപയോഗം കണ്ടോ? ഫോം ഫാക്ടർ എന്തിനു തുല്യമാണ്? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് പവർ ഫാക്ടർ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും ഇനി എക്സ്പെക്ട് ചെയ്യേണ്ട, അന്ന് എന്തോ ഭാഗ്യത്തിന് ചോദിച്ചതായിരിക്കണം. വാല്യൂ ഓഫ് പവർ ഫാക്ടർ ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1, 0 and 10, 10 and 100, 10 to 1000. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. 0 to 1 ആണ് എന്റെ ആൻസർ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് നമുക്കറിയാം, വെബർ ആണ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടാണ്. ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. ഇനി ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതൊരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. MMFന്റെ യൂണിറ്റ് എന്ത്? അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഓപ്ഷനിൽ ഇല്ലായിരുന്നു കറക്റ്റ് ആൻസർ. MMFന്റെ യൂണിറ്റ്, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം. എന്ത് യൂണിറ്റ്? SI യൂണിറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്കറിയാം കറണ്ട് എന്നിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴാണ് MMF ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് ആണെന്ന് അറിയാം. പക്ഷേ SI യൂണിറ്റിൽ ടേണിന് നമ്പർ ഓഫ് ടേൺസിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് SI യൂണിറ്റ് ഓഫ് MMF എന്ന് പറയുന്നത് ആംബിയേഴ്സ് ആണ്. അത് വിട്ടുപോകരുത്. SI യൂണിറ്റ് ഓഫ് MMF ഈസ് ആംബിയർ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എ 400 kVA 200 Hz ട്രാൻസ്ഫോമർ ഈസ് ഓപ്പറേറ്റഡ് അറ്റ് 100 Hz, then its kVA rating is. ഒരു 400 kVA 200 Hz ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിലെ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ ട്രാൻസ്ഫോമറിൽ ഒരിക്കലും ഫ്രീക്വൻസി നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല. പ്രൈമറിയിൽ ഏത് ഫ്രീക്വൻസിയിലാണോ പവർ കൊടുക്കുന്നത് അതേ ഫ്രീക്വൻസിയിലായിരിക്കും സെക്കൻഡറിയിൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ. പ്രൈമറിയിൽ 200 Hz ട്രാൻസ്ഫോമർ ആയിരുന്നു, അതിന്റെ KVA എന്ന് പറയുന്നത് 400 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ 100 Hz ഒരു സപ്ലൈ കൊടുത്താൽ ആ KVAയിൽ വരുന്ന മാറ്റമാണ് നമുക്ക് അറിയേണ്ടത്. ആൻസർ 200 kVA ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫ്രീക്വൻസി കൂട്ടി, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഞാൻ കൂട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്ലക്സ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടൈം എന്ത് ചെയ്യാണ്? ഓരോ വൈൻഡിങ്ങിലൂടെ പോകുന്നതും മാറിക്കൊണ്ടേ ഇരിക്കണം. അതിന്റെ സ്പീഡ് കൂടി. ഞാൻ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ അതിന്റെ സ്പീഡ് കൂടി, അപ്പൊ EMF എന്ത് ചെയ്യും? കൂടും. ഫ്രീക്വൻസി കൂട്ടുന്നതനുസരിച്ച് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂടുന്നു. EMF കൂടിക്കഴിഞ്ഞാൽ KVA
കിലോ വോൾട്ട് ആംപിയർ. വോൾട്ടേജ് കൂടുന്നു, EMF കൂടുന്നു മീൻസ് വോൾട്ടേജ് കൂടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? KVA റേറ്റിംഗ് കൂടുന്നു. ഫ്രീക്വൻസി കൂട്ടിയാൽ EMF കൂടുന്നു, അതിന് കറസ്പോണ്ടിങ് KVA കൂടുന്നു. Therefore frequency is directly proportional to KVA. ക്ലിയർ ആണ്. അതുപോലെ വൈസ് വേഴ്സ, ഫ്രീക്വൻസി കുറച്ചാൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ റേറ്റ് കുറയുന്നു, അതുപോലെ തന്നെ KVAയും കറസ്പോണ്ടിങ് അപ്പം കുറയും. EMF കുറഞ്ഞാൽ KVAയും കുറയുന്നു. അപ്പൊ ഫ്രീക്വൻസി കുറയ്ക്കുമ്പോൾ KVAയും കുറയ്ക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? 200 ഹെർട്സ് ആയിരുന്നതിന്റെ പാതിയാക്കി എന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. അപ്പൊ അതെന്തായി? 100 ഹെർട്സ് ആണ്. 200ൽ 400 KVA ആയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ പാതിയേ വരത്തുള്ളൂ. കാര്യം അവര് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണ്. ഫ്രീക്വൻസി പാതിയായി, അപ്പൊ KVAയും പാതിയായി. അപ്പോൾ 400 മാറി ഇപ്പൊ എന്തായി? 200 KVA ആയി. ഈ മോഡല് 2 തവണ ചോദിച്ചിട്ടുണ്ട്, 2 PSCക്ക് ഉണ്ടായിരുന്നു. ഇനി ദി പെർസെന്റേജ് ഓഫ് സിലിക്കൺ ഇൻ ട്രാൻസ്ഫോമർ സ്റ്റാമ്പിംഗ് ഈസ് യൂഷ്വലി ലിമിറ്റഡ്. ട്രാൻസ്ഫോമറിന്റെ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒരു കോർ എടുത്തു കഴിഞ്ഞാൽ അതിലെ കോർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ലാമിനേഷനിലെ ഓരോ പാർട്ടിനാണ് സ്റ്റാമ്പിങ്സ് എന്ന് പറയുന്നത്. അവരെ ഒത്തൊരുമിച്ചാണ് എൻ്റെ ലാമിനേറ്റഡ് കോർ ആക്കുന്നത്. ആ സ്റ്റാമ്പിങ്ങിലുള്ള എൻ്റെ സിലിക്കൻ്റെ അല്ലെങ്കിൽ കോറിലുള്ള സിലിക്കൻ്റെ അളവ് എത്ര? 4% ആണ്. മാക്സിമം അതിൻ്റെ 4% ആയിട്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ്. ഇത്തരം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. ലെസ് ദാൻ 4 ആയിരിക്കും മിക്കവാറും. അപ്പോൾ മാക്സിമം ലിമിറ്റഡ് ടു 4% ആണ്. സിലിക്കന്റെ അളവ് കൂട്ടുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കുന്നതിനും, ലാമിനേറ്റ് ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കുന്നതിനുമാണ്. നമ്മൾ ലോസസ് പഠിക്കാത്തതുകൊണ്ട് മാത്രം ആ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ആണ്. ഇപ്പം എന്റെ സെഷൻ ഇതോടുകൂടി അവസാനിക്കും. വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ പെർ ടേൺ ഈസ് ഡാഷ്. ലെസ് ഇൻ പ്രൈമറി ദാൻ സെക്കൻഡറി, മോർ ഇൻ പ്രൈമറി ദാൻ സെക്കൻഡറി, സെയിം വെദർ ഇറ്റ് ഈസ് പ്രൈമറി ഓർ സെക്കൻഡറി, നൺ ഓഫ് ദി എബോവ്. EMF പെർ ടേൺ ആണ്. കണ്ണും അടച്ചങ്ങ് ചെയ്യരുത്. വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമർ പെർ ടേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പെർ ടേൺ 2 ടേൺസിൽ എന്താണെന്ന് പറഞ്ഞു? സെയിം ആണ്. പ്രൈമറിയിലായാലും സെക്കൻഡറിയിലായാലും EMF ഇൻഡ്യൂസ് പെർ ടേൺ സെയിം ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ വൈൻഡിങ് മാറുന്നതനുസരിച്ചാണ് EMF മാറുന്നത്. ഇതും കൺസെപ്റ്റ് ക്ലിയർ ആണ്. നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ PWDയുടെ എയുടെ ഒരു എക്സാം 2014 നടത്തിയ ആ ക്വസ്റ്റ്യനും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. 4000 KVA 250 ഹെർട്സിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ട്രാൻസ്ഫോമർ ഞാൻ പിടിച്ച് എന്ത് ചെയ്തു? 50 ഹെർട്സിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ KVAക്ക് എന്ത് മാറ്റം വരും? കണ്ടോ, ഫ്രീക്വൻസി 250 നിന്ന് 50ലേക്ക് വന്നപ്പോൾ 1/5 കുറഞ്ഞു. അപ്പൊ KVAക്ക് എന്ത് സംഭവിക്കണം? 1/5 കുറയണം. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 800 KVA ആണ്.